എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പവും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ശരിയാക്കി ഇട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ പച്ചരിയാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ പച്ചരി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ അളന്നിട്ടെടുത്താൽ മതി. ബാക്കി ചേരുവകളും കറക്റ്റായിട്ട് ഒരു ഗ്ലാസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചരിയിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ ഇതൊരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പച്ചരി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പച്ചരിക്കകത്ത് വെള്ളം ഊറ്റി കളഞ്ഞ് നന്നായിട്ട് വീണ്ടും ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടെ വേണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 8 ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ്. ഈ ഒരു വെള്ളയരി ചോറിന് പകരം മട്ടയരിയുടെ ഒരു ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ 8 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളയപ്പത്തിന്റെ മാവ് കുറച്ചൊന്ന് കട്ടിക്കാണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവിൽ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. അരയ്ക്കുന്ന ഒരു സമയത്ത് വീണ്ടും കുറച്ചും കൂടി വെള്ളം വേണം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ഒരു മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പരുവം. ഏതിലും ലൂസായി പോവുകയും ചെയ്യരുത്, അതുപോലെ തന്നെ ഇതിലും കട്ടി കൂടാനും പാടില്ല. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ അരയ്ക്കുന്ന ഒരു സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കട്ടിക്കൊന്ന് അരച്ചിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വെള്ളം കൂടി പോകരുത് മാവിന്. പിന്നെ ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ അളവ് ആയിരിക്കണമെന്നില്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മളൊക്കെ എടുക്കുന്ന ഒരു പച്ചരിയുടെ ഒരു വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. ഈ ഒരു കറക്റ്റ് കട്ടിക്ക് നമ്മളൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 8-9 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊന്ന് പുളിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഒരു 10 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 8-10 മണിക്കൂർ ഈ ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചൂടുള്ള ഒരു സ്ഥലങ്ങളാണെങ്കിൽ മാത്രമാണ് കേട്ടോ. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഈസ്റ്റും കൂടി ചേർത്ത് അരയ്ക്കേണ്ടതാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ അരിയുടെ കൂടെ തന്നെ ഇട്ട് അരയ്ക്കാം. അഥവാ ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് നിന്ന് പൊങ്ങി വന്നതിന് ശേഷം ആ ഒരു ബാറ്റർ അരിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ മാവ് ഇതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ആ ഒരു ചൂടുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. അപ്പോൾ 3/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. ആ ഒരു ഈസ്റ്റ് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. ഇനി അഥവാ നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. നന്നായിട്ട് ആ ഒരു ഈസ്റ്റ് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പഞ്ചസാരയുടെ വെളിച്ചെണ്ണയുടെ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു ഈസ്റ്റിൻ്റെ ഒരു മിക്സും കൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതൊരു 1.5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതുണ്ടല്ലേ, കറക്റ്റ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു മാവ് നല്ല പോലെ തന്നെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുത്താൽ മാത്രം മതി. ചുടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു പാൻ അത്യാവശ്യം ചൂടായിട്ട് എടുക്കണം കേട്ടോ. അത്യാവശ്യം പാനൊരു ചൂട് വേണം.
നമ്മളിതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് ഇതിന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 1.5 തവിയോളം മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ദോശയ്ക്കൊക്കെ പരത്തുന്ന പോലെ ഒരുപാട് ഇതങ്ങ് പരത്തരുത്. ഇതുപോലെ ചെറിയതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു തവിയും കൊണ്ട് ചെറിയതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വരാൻ തുടങ്ങും. ഇതിൽ അത്യാവശ്യം ഹോൾസ് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടച്ചു വെച്ച് കൊടുത്തിട്ട് നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ വെള്ളയപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. മുകളിൽ ഒരു മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടിട്ടെടുക്കാം. അടുത്ത മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെച്ച് കൊടുത്ത് ഒരു 1.5 തവിയോളം മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു തവി കൊണ്ട് ചെറിയതായിട്ടൊന്ന് പരത്തുക. ഒരുപാട് കട്ടി കുറയരുത്. അത്യാവശ്യം നമ്മുടെ വെള്ളയപ്പത്തിനൊരു കട്ടി ഉണ്ടായിരിക്കണം. ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഞാൻ വെജിറ്റബിൾ സ്റ്റൂ ആണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു കറിയാണ്. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു 4 ഗ്രാമ്പും ഈ ഒരു വലിപ്പമുള്ളൊരു കറുവപ്പട്ടയും ഒരു 3 ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കോലും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണ്ടിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തീരെ ചെറിയൊരു കഷ്ണം സവാള ഇതുപോലെ നീളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. മീഡിയം സൈസ് സവാളയൊക്കെ ആണെങ്കിൽ പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തീരെ ചെറിയൊരു കഷ്ണം സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാള അത്യാവശ്യം ഒന്ന് വാടി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തതും പിന്നെ നമുക്ക് ഇതുപോലെ ഒരു 12ഓളം ബീൻസ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് അളവിൽ കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ഒക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒഴിവാക്കാനാണ്. ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചിട്ടെടുത്ത് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഡ്രൈഡ് ഗ്രീൻ പീസ് ആണ്. നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഗ്രീൻ പീസ് വേവിക്കേണ്ട ആവശ്യമില്ല, ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പച്ച ചെവിയൊന്ന് മാറി വരുന്നിടം വരെ നമ്മൾ ഈ ഒരു ഓയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പച്ചയൊരു ചുവയൊന്ന് മാറി വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 കപ്പ് അളവിൽ 2ാം പാലും അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഒരു വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റിനും അതുപോലെ തന്നെ ഈ ഒരു ഗ്രേവി അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഒരു 20ഓളം ക്യാഷ്നട്ട് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പരുവത്തിന് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിന് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, വെജിറ്റബിൾസ് ഒക്കെ നല്ല പോലെ തന്നെ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വെന്ത് വന്നതിന് ശേഷമാണ് ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പം 1ാം പാൽ നല്ല കുറുകിയിട്ടുള്ള തേങ്ങാപ്പാലായിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ നല്ല തിക്കായിട്ട് ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. തേങ്ങാപ്പാലിന് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറുകി കിട്ടത്തില്ല. അപ്പോൾ 1ാം പാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല കട്ടി തേങ്ങാപ്പാലായിട്ട് തന്നെ വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്കൊരു 1.5 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതങ്ങ് തിളച്ച് പോകരുത്, കൈവിടാതെ വേണം നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മൾ ആദ്യം അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കാഷ്നട്ടിൻ്റെ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു കാഷ്നട്ടിൻ്റെ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കറി നമുക്ക് അത്യാവശ്യം നല്ലൊരു കുറുകിയ ഒരു രീതിക്ക് ഒരു ഗ്രേവി കിട്ടും. അപ്പോൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു കറി ഒന്ന് ചൂടായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇതിലേക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ്.
ഇതുപോലെ വാങ്ങാറാകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പം ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂവും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് റെഡിയായി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളവർ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് കൂടിയൊന്നും പോകാതെ മാവ് കറക്റ്റ് ഒരു പാകത്തിന് അരച്ചിട്ടെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പച്ചരി അരയ്ക്കുന്നതിൻ്റെ കൂടെ ഈസ്റ്റും കൂടി ചേർത്ത് അരച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.